ഈ അടുത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളോടായിട്ട് പറയാം. അതായത് നമ്മുടെ ഒരു കസ്റ്റമർ സ്ഥിരമായിട്ട് നമ്മൾ അയക്കാറുള്ളതാണ്, റാൻഡംലി ഫ്രീക്വൻ്റ്ലി അയക്കാറുള്ള ഒരു കസ്റ്റമറാണ്. പുള്ളിക്കാരി പ്രാവശ്യം വിളിച്ചത് ഒരു ഹെൽപ്പ് പോലെയാണ് എന്നെ വിളിച്ചത്. മറ്റൊന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ വന്നു ചെന്നു. അപ്പോൾ കുറച്ച് കൊറിയർ സാധനങ്ങൾ അയക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. സാധാരണ പോലെ UK അയക്കാനാണ്. മകൾ അവിടെ സെറ്റിൽഡാണ്. പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ ആണ്, അതിൽ സാധനങ്ങളാണ് അയക്കേണ്ടത്. പക്ഷേ ആൾ വിചാരിച്ച സാധനങ്ങളൊന്നും ഇതിൽ വാങ്ങാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഹെൽപ്പ് ചെയ്യാം, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വാങ്ങേണ്ട സാധനങ്ങൾ തന്നു. ഞാൻ എന്നിട്ട് അത് പോയി വാങ്ങി. ഞാൻ നോക്കിയപ്പോൾ ഇതെല്ലാം നാട്ടിൽ മാത്രം ലോക്കലി അവൈലബിൾ ആവുന്ന കുറച്ച് സ്വീറ്റ്സാണ്. നമ്മുടെ തേൻ മിഠായി പോലത്തെ കുറച്ച് സ്വീറ്റ്സാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ അവർ കഴിക്കുമോ? നമ്മുടെ നാട്ടിലെ പിള്ളേർ പോലും ഈ വക മിഠായിസൊന്നും ഇപ്പോൾ കഴിക്കുന്നില്ലേ? അപ്പോൾ അവർ പറഞ്ഞു ഇതെല്ലാം അവൾ ചെറുപ്പത്തിൽ കഴിച്ചിരുന്നാൽ അവൾക്ക് വളരെയധികം ഇഷ്ടമുള്ളതാണെന്ന് എനിക്കറിയാവുന്ന മിഠായികളാണെന്ന് പറഞ്ഞു. അതേസമയം പുള്ളി എനിക്കൊരു ഫോട്ടോയും കാണിച്ചു തന്നു. ഇത്തരം മിഠായികൾ പുള്ളി ചെറുപ്പത്തിൽ കഴിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോയാണ്. എനിക്കത് വളരെ സന്തോഷം തോന്നിച്ച് നമുക്ക് ഒരാളുടെ ഹാപ്പിനെസ്സിൽ പങ്കുചേരാൻ സാധിക്കുകയാണ്. അവർ ആ സാധനങ്ങൾ എനിക്ക് തന്നു, പാക്ക് ചെയ്തു. ഞാൻ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ എത്തിച്ചു. അവരുടെ ബർത്ത്ഡേക്ക് മുമ്പായിട്ട് തന്നെ നമുക്ക് കൊറിയർ അവിടെ ഡെലിവറി ചെയ്യാനും സാധിച്ചു. നമ്മൾ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് കിട്ടുന്നൊരു ഹാപ്പിനെസ്സിൽ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് നമ്മുടെ അമ്മ തന്നെ നമുക്കിത് വിദേശ രാജ്യത്തേക്ക് ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു കൊറിയർ അയക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അതിനൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിൽ പങ്കുചേരാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം.